റിവിറ്റ് MVP മലയാളം ട്യൂട്ടോറിയലിൻ്റെ 73ാമത്തെ വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം. ഈ ഒരു വീഡിയോയിലൂടെ നോക്കുമ്പോൾ കുറച്ച് ഷോർട്ട് കട്ട്സിനെ കുറിച്ചിട്ടാണ്. ഷോർട്ട് കട്ട്സ് എന്ന് പറയുമ്പോൾ ഇപ്പം എക്സാമ്പിളായിട്ട് നോക്കുകയാണെങ്കിൽ എനിക്കിപ്പോൾ ഈ ഒരു വോൾ എന്ന് പറയുന്ന ഒരു കാറ്റഗറി മൊത്തത്തിൽ ഹൈഡ് ആവണം. അങ്ങനെ ഹൈഡ് ആകണമെങ്കിൽ ഇപ്പം ഞാനിപ്പോൾ വോള് സെലക്ട് ചെയ്തു, ഈ ഒരു വോള് സെലക്ട് ചെയ്തു. അതിനുശേഷം ഞാൻ VH എന്ന് പറയുന്നൊരു ഷോർട്ട് കീ കൊടുക്കുകയാണ്. അങ്ങനെ കൊടുക്കുമ്പോഴേക്കും ആ വോള് മൊത്തത്തിലായിട്ട് ഹൈഡ് ആവും. ഓക്കെ, ഇങ്ങനെ ചെയ്യുമ്പോഴേക്കും നമുക്ക് പെട്ടെന്ന് തന്നെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ വോള് പെട്ടെന്ന് ഹൈഡ് ചെയ്യണമെങ്കിൽ ഈ ഒരു രീതി ചെയ്താൽ മതി. ഇനി നമുക്ക് തിരിച്ചിതിനെ കൊണ്ടുവരണമെങ്കിൽ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ RH എന്ന് പറയുന്നൊരു ഷോർട്ട് കീ കൊടുക്കണം. RH അതല്ല എങ്കിൽ ഇവിടെ ഒരു ബൾബിൻ്റെ ഒരു സിമ്പിൾ ഉണ്ടാവും, അത് കൊടുത്താലും മതിയാവും. ഓക്കെ, അപ്പോൾ ഹൈഡായിട്ടുള്ള എന്തൊക്കെയുണ്ടോ അതെല്ലാം കാണിച്ചു തരും. അതിനെ മൊത്തത്തിൽ സെലക്ട് ചെയ്യണം. സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ ഫിൽറ്റർ ചെയ്യണമെങ്കിൽ ഫിൽറ്റർ കൊടുക്കാം. ഇപ്പം വേണ്ടാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അൺടിക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, അതിനുശേഷം ഇവിടെ കൊടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അൺഹൈഡ് കാറ്റഗറീസ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്, ഇത് കൊടുക്കണം. അതിനുശേഷം വീണ്ടും RH കൊടുക്കണം. RH അല്ലെങ്കിൽ വീണ്ടും ഈ ഒരു ബൾബിൽ ക്ലിക്ക് ചെയ്താലും മതി. അപ്പോഴേക്കും നമ്മൾ ഹൈഡ് ചെയ്തിട്ടുള്ള ആ ഒരു എലമെൻ്റ് എല്ലാം തിരിച്ചു വരും. ഓക്കെ, അതുപോലെ ഇനി ടെമ്പററി ആയിട്ട് ഹൈഡ് ചെയ്യാനായിട്ട് സാധിക്കും. ടെമ്പററി ആയിട്ട് ഹൈഡ് ചെയ്യാനായിട്ട് നമുക്കിപ്പം ഞാനിപ്പോൾ ഈ ഒരു എലമെൻറ്റ് സെലക്ട് ചെയ്യണം. സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ ഒരു കണ്ണാടിയുടെ ഒരു സിമ്പിളുണ്ട്, ഇത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഹൈഡ് കാറ്റഗറി എന്ന് പറയുന്ന ഒരു എലമെൻ്റ് ഉണ്ട്, അത് കൊടുത്തു കഴിഞ്ഞാൽ ഞാനവിടെ സെലക്ട് ചെയ്ത ആ ഒരു കാറ്റഗറി പെടുന്ന എല്ലാ എലമെൻറ്റും ഹൈഡ് ആയിട്ടുണ്ട്. ഓക്കെ, ഇത് ഇപ്പോൾ ഒരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് പെട്ടെന്ന് ഹൈഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു മെത്തേഡാണ്. ഇനി തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ തിരിച്ച് വീണ്ടും നേരെ പോകേണ്ടത് ആ ഗ്ലാസിൻ്റെ ഇതിലേക്ക് തന്നെ ഇവിടെ റീസെറ്റ് ടെമ്പററി ഹൈഡ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്, അത് കൊടുത്തു കഴിഞ്ഞാൽ തിരിച്ചതുപോലെ തന്നെ വരും. ഓക്കെ, പിന്നെ ഇതിലുള്ളത് വെച്ച് കഴിഞ്ഞാൽ എനിക്കിപ്പോൾ ഈ ഒരു എലമെൻറ്റ് മാത്രം, ഇത് മൊത്തത്തിൽ ഈ വോൾ എന്ന് പറയുന്ന കാറ്റഗറി മൊത്തത്തിൽ പോകണ്ട, എനിക്ക് ഈ ഒരു എലമെൻറ്റ് മാത്രം പോയാൽ മതി. അത് ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ വീണ്ടും തിരിച്ച് ഈ ഗ്ലാസിൻ്റെ ഇതിലേക്ക് തന്നെ ഇവിടെ വന്നതിന് ശേഷം ഇവിടെ ഹൈഡ് എലമെൻറ്റ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്, അത് കൊടുത്താൽ മതി. അപ്പോൾ ആ സെലക്ട് ചെയ്ത പോർഷൻ മാത്രം ഹൈഡായിട്ട് പോകും. പിന്നെ തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ നമ്മൾ റീസെറ്റ് കൊടുത്താൽ മതി. അതുപോലെ തന്നെ എനിക്കിനിപ്പം ഞാൻ സെലക്ട് ചെയ്യുന്ന ഒരു എലമെൻറ്റ് മാത്രം എനിക്ക് കണ്ടാൽ മതി, ബാക്കി ഒന്നും കാണണ്ട. എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ എനിക്ക് ഈ ഒരു എലമെൻറ്റ് മാത്രം കണ്ടാൽ മതി, ബാക്കിയെല്ലാം ഹൈഡ് ആവണം. അങ്ങനെ ഹൈഡ് ചെയ്യണമെങ്കിലും ആദ്യം ഏതാണോ കാണേണ്ട എലമെൻറ്റ് അത് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത ശേഷം ഈ കണ്ണാടിയുടെ ഇതിലേക്ക് വരിക. ഇവിടെ ഹൈഡ് എലമെൻറ്റ് ഐസൊലേറ്റ് എലമെൻറ്റ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്, അത് കൊടുക്കണം. അങ്ങനെ കൊടുക്കുമ്പോഴേക്കും ഞാൻ സെലക്ട് ചെയ്ത എലമെൻറ്റ് അവിടെ ഉണ്ടാവും, ബാക്കിയെല്ലാം ഹൈഡ് ആവും. ഇനി റീസെറ്റ് ചെയ്യണമെങ്കിൽ സെയിം തന്നെ ഇവിടെ കണ്ണാടിയിലേക്ക് തിരിച്ചു വന്നതിന് ശേഷം ഇവിടെ റീസെറ്റ് കൊടുത്താൽ മതി. അതുപോലെ തന്നെ വേറൊരു ഓപ്ഷൻ കൂടെ ഉണ്ട്, അത് ഞാൻ സെലക്ട് ചെയ്യുന്ന കാറ്റഗറി പെടുന്ന സാധനങ്ങൾ മൊത്തം ഹൈലൈറ്റ് ചെയ്ത് കാണണം, ബാക്കിയെല്ലാം ഹൈഡ് ആവണം. അങ്ങനെയാണെങ്കിൽ ഏതാണോ സെലക്ട് ചെയ്യുന്നത് അതിനുശേഷം ഇവിടെ ഈ ഒരു കണ്ണാടി എന്ന് വെച്ചാൽ ടെമ്പററി ഹൈഡ് എന്നാണ് കേട്ടോ. ടെമ്പററി ഹൈഡ് എന്ന് പറയുന്ന ഓപ്ഷനാണ്, അതിന് കണ്ണാടി എന്നുള്ള ഇത് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അതിനുശേഷം ഇവിടെ ഐസൊലേറ്റ് കാറ്റഗറി കൊടുക്കുക. അപ്പം ആ ഒരു കാറ്റഗറി പെടുന്ന കാര്യങ്ങൾ മൊത്തം കാണിച്ചിരും, ബാക്കിയെല്ലാം ഹൈഡ് ആവും. ഓക്കെ, ഇത് സൺഷെയ്ഡാണ്. സൺഷെയ്ഡ് എന്നൊക്കെ പറയുന്നത് ചിലപ്പം വിൻഡോയുടെ ഒരു പാർട്ടായിട്ടായിരിക്കും റിവിറ്റ് കാണുന്നത്, അതുകൊണ്ടായിരിക്കും ആ സൺഷെയ്ഡ് എല്ലാം അവിടെ ഒരുമിച്ച് വന്നത്, സൺഷെയ്ഡും വിൻഡോയും കൂടെ വന്നത്. ഓക്കെ, അപ്പോൾ വിൻഡോ മാത്രമേ ഉള്ളൂ, ഞാൻ സെലക്ട് ചെയ്ത ആ ഒരു കാറ്റഗറിയിൽ പെടുന്ന കാര്യങ്ങൾ മാത്രമേ ഇവിടെ വന്നിട്ടുള്ളൂ, ബാക്കിയെല്ലാം ഹൈഡായി. ഇതൊക്കെ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഒരു പ്രൊജക്റ്റ് ചെയ്യുന്നു, ആ പ്രൊജക്റ്റിനകത്ത് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലെയും വർക്കുകൾ ചെയ്തിട്ടുണ്ടാവും. എക്സാമ്പിളായിട്ട് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ പ്ലംബിങ് ചെയ്തിട്ടുണ്ടാവും, മെക്കാനിക്കൽ, AC, ഇലക്ട്രിക്കൽ, സിവിലിൻ്റെ വർക്കുകൾ. ഓക്കെ, അപ്പോൾ എല്ലാം നമുക്ക് കാണേണ്ട കാര്യമില്ല, നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് നമുക്കതിൽ വർക്ക് ചെയ്യാൻ പറ്റും. അപ്പം നല്ല രീതിയിൽ വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അതുപോലെ തന്നെ വേറൊരു ഓപ്ഷൻ ഉണ്ട്, നമുക്ക് വർക്ക് ചെയ്യുന്ന സമയത്ത് വളരെ ഹെൽപ്ഫുൾ ആവുന്ന വേറൊരു ഓപ്ഷൻ എന്ന് വെച്ചാൽ അതിന് വേണ്ടി ലെവൽ 1ലേക്ക് പോയി എനിക്കിപ്പം ഈ ഒരു ബിൽഡിങ്ങിനകത്ത് കയറി വർക്ക് ചെയ്യണം. ഓക്കെ, ഇതിൻ്റെ 3D വ്യൂവിലും എനിക്ക് വർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് ഏത് പോർഷനാണോ കാണേണ്ടത് ആ പോർഷൻ അത്രയും സെലക്ട് ചെയ്ത് കൊടുക്കുക, ഇതുപോലെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അതിനുശേഷം ഇവിടെ ഒരു സെലക്ഷൻ ബോക്സ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ വരും, ഇത് സെലക്ട് ചെയ്യണം. ഇത് സെലക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ 3D വ്യൂ കിട്ടും. ഓക്കെ, ഇപ്പോൾ എനിക്ക് വേണമെങ്കിൽ ഇതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ ഇതുപോലെയൊക്കെ മൂവ് ചെയ്യാനൊക്കെ പറ്റും. ഓക്കെ, നമുക്ക് എത്ര പോർഷൻ വരെ കാണണോ അത്രയും മൂവ് ചെയ്ത് വെക്കാനായിട്ടൊക്കെ സാധിക്കും. ഇങ്ങനെ കഴിയുമ്പോഴേക്കും 3D വ്യൂവിൽ എനിക്കൊരു ബോക്സിൻ്റെ രീതിയിൽ കിട്ടും. എനിക്കിപ്പോൾ ഇതിനകത്ത് കയറി വർക്ക് ചെയ്യണമെങ്കിൽ ഇതുപോലെ വർക്ക് ചെയ്യാനാണ് സാധിക്കും. ഓക്കെ.